ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വിഷുവിന് സാരിയൊക്കെ കൊടുക്കുമ്പോൾ പ്ലീറ്റൊക്കെ പെട്ടെന്ന് എടുക്കാനുള്ളൊരു സൂത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആദ്യം നമ്മൾ സാരി ഒന്ന് എവിടേക്കാണ് നമുക്ക് പ്ലീറ്റ് വരേണ്ടതെന്നൊന്നും നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇത് ഇങ്ങനെ എടുത്ത് കുത്തുന്നുണ്ട്. അപ്പോൾ ഏത് സാരിയാണ് നമുക്ക് ചെയ്യാം. തലേദിവസം ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇപ്പോൾ റെഡി ടു വെയർ സാരിയെ ഉണ്ടാക്കാൻ നിർബന്ധമൊന്നും ഇല്ലല്ലോ, അത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കിക്കേ, ഇവിടെ നമ്മളിങ്ങനെ കുത്തിയ ശേഷം എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്ലീറ്റിൻ്റെ ഒരു അളവ് കണ്ടോ, നമ്മുടെ ആ ഒരു ബെല്ലി ബട്ടൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു സേഫ്റ്റി പിന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലീറ്റ് വരും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ആ പ്ലീറ്റ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് ബെല്ലി ബട്ടൻ്റെ അവിടെ ഒരു സാരിയുടെ അവിടെ ഒരു പ്ലീറ്റ് ഒരു സേഫ്റ്റി പിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമുക്ക് അതിൻ്റെ മുന്താണിയുടെ ഭാഗത്തേക്ക് വരാം കേട്ടോ. ഇത് കണ്ടോ, ഈ രീതിക്ക് നമുക്ക് എടുത്തിട്ട് ഇനി നമുക്ക് ആകെ ബെല്ലി ബട്ടൻ്റെ അവിടെ മാത്രമേ നമ്മൾ സേഫ്റ്റി പിന്ന് കുത്തിയിട്ടുള്ളൂ. ഇനി നമുക്കിങ്ങനെ എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് പ്ലീറ്റ് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എവിടം വരെ ഷോൾഡറിൻ്റെ അവിടെ എത്ര നീളം വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത ശേഷം നേരെ നമ്മൾ ഇത് കണ്ട ഇങ്ങനെ എടുത്തിട്ട് നേരെ എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്ന് കുത്താം. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത ശേഷം നോക്കിക്കേ, ഈ ഒരു ലെങ്ത്താണ്. കാരണം അത്യാവശ്യം ഞാൻ വണ്ണമുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ, വയറൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇത്ര ലെങ്ത്തിൽ ഞാൻ എടുക്കുന്നുള്ളൂ പുറകിലോട്ട്. അപ്പോൾ നമ്മൾ എവിടെ ആ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ പിന്ന് കുത്തുന്ന അവിടെ നമ്മൾ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്ന് അങ്ങോട്ട് കുത്തി കൊടുക്കുക കേട്ടോ. പ്ലേറ്റൊക്കെ പിന്നെ നമുക്ക് കൂട്ടിയെടുക്കാം, അത് പ്രശ്നമില്ല. നമ്മൾ ഇപ്പോൾ നോക്കണ്ട, ഈ രീതിയിൽ നമുക്ക് ഇവിടെ വരും. ഇനി നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കുമല്ലോ, ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പ്ലീറ്റ് വിരിഞ്ഞ് വരണം അല്ലേ, അത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു തുടയുടെ ഭാഗത്തായിട്ട് വലതുവശത്ത് തുടയുടെ ഭാഗത്തിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം ഒരു പ്ലീറ്റ് അവിടെയും കൊടുക്കുക. സാരിയിൽ നമ്മുടെ ഡ്രസ്സിനോട് ചേർത്ത് കൊടുക്കരുത്, സാരിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ അവിടെയാണ് പ്ലീറ്റ് അവസാനിക്കുക. ആദ്യം നമ്മൾ ബെല്ലി ബട്ടൻ്റെ അവിടെ വരുന്ന ഭാഗം കൊടുത്തു, പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ നമ്മുടെ തുടയുടെ ഭാഗത്ത് വെക്കുന്ന ഭാഗത്ത് ആണ് പിന്നെ നമ്മൾ സേഫ്റ്റി പിൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു ഭാഗം തൊട്ട് നമുക്ക് എടുക്കണം, അതായത് തുടയുടെ ഭാഗം വരുന്ന ഭാഗം തൊട്ട് ബെല്ലി ബട്ടൺ വരെയുള്ള ഭാഗത്ത് നമുക്ക് വയറിൻ്റെ അവിടുത്തെ ഞൊറി നമുക്ക് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ വെച്ച ശേഷം ഇവിടെ അതായത് നമ്മുടെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ അവിടെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വിരിഞ്ഞ് നിൽക്കണമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തും കൂടി ഒരു സേഫ്റ്റി പിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്താണിയുടെ അവിടത്തെ നമുക്ക് പ്ലീറ്റ് എടുക്കണമല്ലോ. പ്ലീറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ചൂണ്ടുവിരലിൻ്റെ നീളത്തിൽ എടുക്കണമെങ്കിൽ ഒരുപാട് പ്ലീറ്റ് നമുക്ക് കിട്ടും. അതെന്താ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രമാണ് മേൽവശത്ത് മാത്രം കൊടുക്കുന്നുണ്ട്. അടിവശത്ത് പ്ലീറ്റ് എടുക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കൊടുത്ത ശേഷം കണ്ടോ, ഈ രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പിന്ന് കുത്തുക. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇനി ബാക്കിയുള്ളത് ശരിയാക്കാനായിട്ട് ആരെയും ഹെൽപ്പ് വേണ്ട, നേരെ ഒരു ഡോറിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാതെ നോക്കിക്കുക. പ്രത്യേകിച്ച് പട്ടുസാരികൾ കേരള സാരികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പോൾ ആ തുമ്പ് വശത്ത് മാത്രമേ നമ്മൾ പിന്ന് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നേരെ നമ്മൾ ആ ഡോർ അടച്ചു. ഇനി നമുക്ക് നമ്മളിനി ഷോൾഡറിൻ്റെ അവിടെ ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ആ പ്ലീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഷോൾഡറിൻ്റെ പിന്ന് ഞാൻ ഊരിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് ഇതുപോലെ വെച്ച ശേഷം ആ ഷോൾഡറിൻ്റെ ലെങ്ത് എവിടെയാണോ വന്നത് അവിടെ നമുക്ക് ഇതെല്ലാ പ്ലീറ്റും കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് കൊടുക്കുക. കണ്ട എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ പ്ലീറ്റ് പറ്റും. പക്ഷേ ഇന്നത്തെ കുട്ടികളൊക്കെ നന്നായി ഉടുക്കുന്നവരാണ്, എന്നാലും ഉടുക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് പ്ലീറ്റ് എടുക്കാൻ ചില സാരികൾ പ്ലീറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഓർഗാൻസ മെറ്റീരിയൽസിലൊക്കെ പ്ലീറ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ബ്രസ്റ്റിൻ്റെ നമ്മളിങ്ങനെ സാരി വിരിഞ്ഞ് വരുന്ന പ്ലീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ആ ഒരു ഭാഗം കൂടി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കറക്റ്റ് പ്ലീറ്റ് വെച്ചിട്ട് അവിടെയും കൂടി കൊടുക്കുക. നമ്മൾ അവിടെ ഓൾറെഡി ഒരു പിന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ സംഭവം ആയിട്ടുണ്ട്. നോക്കിക്കേ കണ്ടോ, ഇത്രയും നീളത്തിൽ നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് നമുക്കത് വന്നിട്ട് കണ്ടത് ഇത്രയും നീളത്തിൽ നമുക്കത് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അത് മാറ്റിയിട്ട് ഇനി നമുക്ക് ബെല്ലി ബട്ടൻ്റെ അടുത്ത് പിന്നും അതുപോലെ തന്നെ നമ്മുടെ തുടയുടെ ഭാഗത്തും വരുന്ന അവിടെ 2 സൈഡ് പിന്നു കൊടുത്തിട്ട് ആ 2 പിന്നുകളിൽ നോക്കിയിട്ട് നമുക്ക് ബെല്ലി ബട്ടൻ്റെ അവിടെ നമ്മൾ എടുത്തില്ലേ അവിടെ നിന്ന് പ്ലീറ്റ് ഇങ്ങനെ എടുക്കുക. അതും നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നിറച്ച് പ്ലീറ്റ് കിട്ടും. പ്ലീറ്റിൽ ലെങ്ത്ത് കൂടുന്തോറും എന്താവും പ്ലീറ്റിൻ്റെ ഇത് കുറയും കണ്ടോ. അപ്പോൾ ചെറിയ പ്ലീറ്റ് എടുത്താൽ അത് ഓരോരുത്തരും ഇഷ്ടം. അപ്പം മേൽവശത്ത് മാത്രം നമ്മളത് ഇങ്ങനെ ആ ഒരു ഇത് എടുത്ത ശേഷം ആ ഒരു പിന്ന് നമ്മൾ എടുത്തിട്ട് ആ 2 സൈഡ് നമ്മൾ കുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ വയറിൻ്റെ അവിടുത്തെ ഞൊറി ഭാഗത്ത് നടുക്കും താഴെയൊക്കെ നമ്മൾ കുത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉടുക്കാൻ പോകുമ്പോഴാണ് അത് നമ്മൾ കറക്റ്റാക്കിയിട്ട് ആ പിന്നൊക്കെ അഴിച്ചു മാറ്റേണ്ടത് കേട്ടോ. മേൽവശത്തെ പിന്ന് വെച്ച് ബാക്കിയുള്ള എല്ലാം അഴിച്ചു മാറ്റണം. അപ്പോൾ ഇത് 2 സൈഡ് നമ്മളിതുപോലെ ഇങ്ങനെ പിന്നത് കണ്ടല്ലേ നോക്കിക്കേ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. പ്ലീറ്റ് ഇവിടെയും ആ മേൽവശം മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ അടിവശത്തേക്ക് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഇത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടില്ലല്ലോ, നേരെ ടേബിളിലേക്ക് വിരിച്ചിടാം. മറ്റേ പിന്നെ അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുത്തെ വരുന്ന ഭാഗത്തെ പ്ലീറ്റൊക്കെ നമ്മൾ ഓൾറെഡി 3 പിന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് അഴിഞ്ഞു പോയില്ല. അപ്പോൾ ബാക്കിയുള്ളത് ഇതാണ്, അതായത് നമ്മുടെ വയറിൻ്റെ അവിടെ വരുന്നത്. അപ്പം നമ്മളത് നേരെ മേളിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ ബോക്സ് വെച്ച് പ്ലീറ്റ് എടുക്കാം. ഞാനങ്ങനെ അയൺ ബോക്സ് വെച്ച് ചെയ്യാറില്ല, ഇത്തിരി മടിയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഈ മേൽവശത്തിൻ്റെ അതിനനുസരിച്ചിട്ട് ഇത് കണ്ടോ ഇത് ഈ രീതിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. കണ്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടുക്ക് പിന്നൂത്ത താഴെയും പിന്നൂത്ത. എന്നിട്ട് നമ്മൾ ഉടുക്കാൻ നേരം മാത്രം നമുക്ക് ഇത് തലേദിവസമൊക്കെ ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിന്നെ കുത്തി വെച്ച ശേഷം അങ്ങനെ മടക്കി വെക്കും. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റെഡി ടു വെയർ സാരി പറയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതാകുമ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടോ ഇങ്ങനെ പ്ലീറ്റ് നമ്മൾ ആദ്യം നടുക്ക് കറക്റ്റാക്കി അതിനുശേഷം സെൻറ്റർ കറക്റ്റാക്കി കണ്ടോ എത്ര എളുപ്പത്തിലാണ് ചെയ്തെടുത്ത് നോക്കിക്കേ. ആദ്യം മേൽവശത്ത് നമ്മൾ എടുത്തു, പിന്നെ ശേഷം നടുക്ക് കറക്റ്റാക്കി പിടിച്ചു, പിന്നെ ശേഷം അടി നമ്മൾ കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് കണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതിൽ പിന്ന് കുത്താൻ പോവാം. കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടോട് കൂടിയിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് അങ്ങ് ഇരിക്കും വടി പോലെ. അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പിന്ന് കുത്തിയിട്ട് നമ്മൾ ഇടാൻ പോകുന്ന സമയത്ത് അടിയത്തെ ഈ പിന്നും നടുക്ക് കുത്താൻ പോകുന്ന പിന്നും അഴിച്ച് മാറ്റിയാൽ മതി. കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തും കൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഇത്രയും നമുക്ക് പ്ലീറ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് അഴിഞ്ഞു പോവില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ആക്ച്വലി പാവാട ഉയരാൻ മറന്നുപോയി. അതിൽ ഞാൻ അങ്ങനെ തന്നെ എടുക്കുമായിരുന്നു, അതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ ഇവിടുത്തെ ഉള്ള ഭാഗമില്ലേ, ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ വലിയവർക്കൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഉടുക്കാൻ അറിയാത്തവർക്ക് മാത്രമുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ കാണിക്കണമെന്ന് പറയും, പക്ഷേ ഓർഗാൻസ ഉള്ള മെറ്റീരിയൽസൊക്കെ ചെയ്യാൻ ഇത്തിരി പാടാണ്. അതൊക്കെ ഈ ഒരു മെത്തേഡിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്താണ് ഷോൾഡർ തൊട്ടിട്ട് ബ്രസ്റ്റിൻ്റെ താഴെ വരെയുള്ള ആ ഭാഗം നെഞ്ചത്ത് വിരിഞ്ഞ് വരണം. അപ്പോൾ ആ ഭാഗത്തെ ആ ബ്രസ്റ്റിൻ്റെ താഴെയുള്ള പിന്നങ്ങ് അഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ നേരത്ത് ചെയ്താൽ മതി. ഇപ്പം തന്നെ അയൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ അയൺ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വിരുത്തി വെച്ച ശേഷം, അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വരുന്നത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം ഞൊറിയുണ്ട് കണ്ടോ ഇത്രയും ഞൊറി ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ ഒരുപാട് അത്യാവശ്യം വണ്ണുള്ളത്, അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരുപാട് കുട്ടി ഞൊറി എടുത്താൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടല്ലോ ഈ രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് നെഞ്ചിൻ്റെ അവിടെ വിരിച്ചു കൊടുക്കുക, നമ്മൾ ഷോൾഡറിനോട് കുത്തിയ ശേഷം പിന്നെ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ചെയ്ത് നോക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് നേരെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെയ്തിട്ട് നമുക്ക് സോഫയിലെങ്ങാനും മടക്കി സെറ്റാക്കി വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് എടുത്തിട്ട് പോകും. പിന്നെ പ്ലീറ്റ് കുത്താനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ആരെയും സഹായം ആവശ്യമില്ല. അപ്പോൾ ചെയ്ത് നോക്കണേ. താങ്ക്